ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോകളിൽ നിന്നും ഉള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇതിനോടകം ഞാനൊരു 100-ലധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കൂടുതലും ഗാർഡൻ്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഓരോ വീഡിയോയിലും ഒരുപാട് ഗാർഡനിങ് ഐഡിയാസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇത് വളരെ ദൈർഘ്യമുള്ളൊരു വീഡിയോ അല്ല, ഒരു 10 മിനിറ്റത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് വരെ ഇട്ടിട്ടുള്ള വീഡിയോസിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ടിപ്സ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗാർഡൻ ഐഡിയാസൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ വീഡിയോസുമാണ് ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ ഗാർഡനിങ് ഐഡിയാസൊക്കെ നിങ്ങൾക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോകളിൽ നിന്നും കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓരോ വീഡിയോ എടുത്ത് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഈ ഐഡിയാസൊക്കെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം ഞാൻ വിശദമായിട്ട് ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മരം മുറിച്ചിട്ട് അത് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെടിച്ചട്ടികൾ വെച്ച് നമ്മൾ ചെടി നട്ടിരിക്കുന്നതാണ്. അങ്ങനെ ഓരോ പുതിയ ഐഡിയാസും ഞാൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും എല്ലാവരും കണ്ടുകൊള്ളണം എന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയത് ഇപ്പം. കാരണം ഞാൻ ഇതുവരെയും ചെയ്ത വീഡിയോയുടെയൊക്കെ കുറച്ച് ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ആയിരിക്കും ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോഴേക്കും. ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഗാർഡനിൽ ചെടികൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, കുറച്ച് സ്ഥലം മാത്രമുള്ളവർക്കും കൂടുതൽ സ്ഥലമുള്ളവർക്കും ഒക്കെയും ഇതുപോലെ നമുക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെടിച്ചട്ടികളിൽ ഇരുന്ന് വളർന്ന് വലുതാകുന്ന ചെടികളുണ്ടല്ലോ, അത് പിന്നീട് നമുക്ക് മണ്ണിലേക്ക് മാറ്റി നട്ട് മരം പോലെ പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ചെടിച്ചട്ടികളിൽ തന്നെ മാത്രം നമുക്ക് പിടിപ്പിക്കാവുന്ന ചെടികളുണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ് ചെയ്യാൻ പറ്റിയ ചെടികൾ, ഹാങ്ങിങ്ങിൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് തറയിൽ അത് വെച്ച് പിടിപ്പിക്കാം. അങ്ങനെ ഒരുപാട് ഐഡിയാസുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടായിരിക്കും ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോഴത്തേക്കും. അതുപോലെ കുറച്ച് ചെടികൾ മാത്രം ഉള്ളപ്പോൾ എൻ്റെ ഗാർഡൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഒരുപാട് ചെടികളുണ്ട്, ഒരുപാട് ചെടികളായപ്പോൾ എൻ്റെ ഗാർഡൻ എങ്ങനെയാണ്, അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇനി വീണ്ടും ഞാൻ എൻ്റെ ഗാർഡൻ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോഴുള്ള ചെടികളെയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയതിന് ശേഷം അതിനെ കുറച്ച് നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് കുറച്ചും കൂടി വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അതിൽ നിറയെ ചെടികൾ, ഒരുപാട് ചെടികൾ ഇപ്പം ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഉള്ള സ്ഥലത്തത് വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ഇപ്പോഴൊന്നും മറ്റൊരു രീതിയിലേക്ക് മാറ്റാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള വീഡിയോസാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കാലിയായിട്ടുള്ള ബോട്ടിലുകളിലൊക്കെ പെയിൻ്റ് അടിച്ച് ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറിയിട്ട് ഓരോ വീഡിയോസ് എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് വീഡിയോ ഏതെല്ലാം രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകും. അതുപോലെ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ചെടികൾ മാത്രമേ എൻ്റെ ഗാർഡനിലുള്ളായിരുന്നു. അങ്ങനെ എല്ലാ ദിവസങ്ങളും ഞാനിങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ എൻ്റെ ഗാർഡൻ ഒരുപാട് വലിയതായി മാറിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു മനസ്സ് വെച്ചാൽ മാത്രം മതി ഗാർഡൻ നമുക്ക് വളരെ മനോഹരമാക്കി എടുക്കാം. എൻ്റെ ഒരു ഹോബിയാണ് നമ്മുടെ ഗാർഡനിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇന്ന് കാണുന്ന ഗാർഡൻ ആയിരിക്കില്ല നാളെ വന്ന് നോക്കുമ്പോൾ. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നും, എന്ത് രസമാണെന്ന് നമുക്ക് തന്നെ സ്വയം തോന്നും. അപ്പോൾ മറ്റുള്ളവർക്ക് കാണുമ്പോഴും അതുപോലെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ദിവസവും ഗാർഡനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഗാർഡനെ കൂടുതൽ കൂടുതൽ അടുത്തറിയുകയും ഗാർഡനിൽ ഓരോ ജോലികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ഓരോ രീതിയിലേക്ക് അതിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇതിനൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും തന്നെ ഇല്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഓരോ ഐഡിയയായി വരുന്നത്. ഇത് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുകയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മണ്ണൊക്കെ നമുക്ക് കിളച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരുപാട് മണ്ണൊക്കെ വേണമല്ലോ ഒരുപാട് ചട്ടികളിലേക്ക് നമ്മൾ നിറയ്ക്കുന്ന സമയത്ത്. പിന്നെ തറയിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകില്ലായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ ചെടിച്ചട്ടിയിൽ വെക്കുന്നത് തന്നെയാണ് വളരെ ഭംഗി. അതായത് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് അതിനെ മാറ്റിക്കൊണ്ട് പോകാനും കൈകാര്യം ചെയ്യാനും ഒക്കെ ചെടിച്ചട്ടിയിൽ തന്നെയാണ് ചെടികൾ നടുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വന്നിരുന്നു നമുക്ക് കമൻറ്റിൽ കൂടെ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു ഐഡിയ, ഈ ഒരു ചെടി കൊണ്ട്. കാരണം ഈ ചെടി ഒരുപാട് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഇത് അതുപോലെ തന്നെ നമ്മൾ ചിരട്ടയിൽ പെയിൻ്റ് അടിച്ചിട്ട് ഈ ചെടികൾക്ക് അരേലിയ എന്ന് പറയുന്ന ചെടിയാണ്. ഈ ചെടിയൊക്കെ ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് വലിയ വലിയ ചെടികളായി തീർന്നിട്ടുണ്ട്. ഇത് ഞാൻ മണ്ണിലൊക്കെ നട്ട് വീണ്ടും മണ്ണിൽ നിന്ന് മാറ്റി ഞാൻ വലിയ പോട്ടിലൊക്കെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അതറിയാം. അപ്പോൾ ഇത് തീരെ ചെറിയ തൈകൾ വാങ്ങിച്ച് നട്ട് അത് ഇത്രയും വളർത്തിയെടുത്തതിന് ശേഷം ഇതിൽ നിന്നും വീണ്ടും ഞാൻ മാറ്റി മറ്റ് വലിയ ചട്ടികളിലാക്കിയ വീഡിയോ ഒക്കെ ഞാനിത് എന്ത് ചെയ്താലും ഞാനതൊക്കെ വീഡിയോ ആക്കി ഇടാറുണ്ട്. അപ്പം എല്ലാവരും റെഗുലറായിട്ട് കാണുന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതുപോലെയുള്ളൊരു വലിയ ഗാർഡനാക്കി മാറ്റിയിരിക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ചെടികൾ നട്ട് അതിൽ നിന്നും കുറച്ചും കൂടെ ഗാർഡനെ വിപുലീകരിച്ചെടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ചെറിയ തോതിൽ സെയിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ, വളം എല്ലാം തന്നെ ഇപ്പം നമ്മളുടെ ഗാർഡനിലുണ്ട്. ഇപ്പോൾ നമുക്ക് ചെടികൾ ഒരുപാടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വെച്ചിരിക്കുന്ന സ്ഥലം പോരാതെ ആയിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണിപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാർഡൻ ഒന്നും കൂടെ വലുതാക്കുന്ന അതിന് വേണ്ടിയിട്ട് കുറച്ച് പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഞാൻ മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ ഇടുന്നത്. അതിനു മുമ്പായി ഇങ്ങനെ ഒരു വീഡിയോയും കൂടെ ഇടണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ചെടികളൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ. അതൊന്നും അല്ല, ഇപ്പോൾ ഒരുപാട് ചെടികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ മുറ്റത്ത് മാത്രമല്ലാതെ കൊണ്ട് തന്നെ ഞാൻ ടെറസിലൊക്കെ കുറേ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പല ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ചെടികൾ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനിയും ഞാൻ ചെടികളെയെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ച് കാണത്തക്കതുപോലെ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റ്സാണ് ഞാൻ ഇനിയും മനസ്സിൽ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇൻഡോർ പ്ലാന്റ്സും അത്യാവശ്യത്തിന് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആമ്പലുണ്ട്. പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂക്കളൊക്കെ ഒന്ന് മഴയൊക്കെ ആയത് കാരണം ഇല്ലാതിരിക്കുന്നു. പിന്നെ സെയിലിന് വേണ്ടി നമ്മൾ കുറച്ച് ആമ്പലിൻ്റെ പോണ്ട് ഇവിടെയുണ്ട്. അത്യാവശ്യക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെടിച്ചട്ടികളുണ്ട്. ഒരു നഴ്സറിയിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെയുണ്ട്. പിന്നെ ക്രാഫ്റ്റ്സ് വർക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ചിരട്ടയിലൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ചെടികളെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം ക്രാഫ്റ്റ്സ് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. എങ്കിലും ഇടവേളകളിലൊക്കെ ചെയ്യാറുണ്ട്. അതൊന്നും വീഡിയോയും കൂടെ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പം നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പഴയ വീഡിയോസൊക്കെ എല്ലാം എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഐഡിയാസും കിട്ടുന്ന വീഡിയോ ആണ് എല്ലാം തന്നെ ഉള്ളത്. അതായത് പുതിയ പുതിയ ഓരോ ഐഡിയാസാണ് ഞാനതിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയും നിങ്ങൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ടിപ്സെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ, അതായത് ഗാർഡൻ നല്ല രീതിയിൽ
പരിപാലിക്കണം എന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ പഴയ വീഡിയോസൊക്കെ എല്ലാവരും എടുത്ത് കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ല പുതിയ വീഡിയോയിൽ ഒരുപാട് ഗാർഡനിങ് ഐഡിയാസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത്. ഓക്കെ, ബൈ.